നമസ്കാരം. ചെങ്കടലിന്റെ വടക്കൻ ഭാഗത്ത് US പടക്കപ്പലിനെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾ. USS ട്രൂമാൻ എന്ന പടക്കപ്പലിനെയാണ് ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചതെന്ന് ഹൂത്തികളുടെ സൈനിക വക്താവ് അറിയിക്കുകയും ചെയ്തു. യമന് നേരെ ആക്രമണം നടത്താൻ ഈ കപ്പൽ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങോട്ട് ആക്രമിച്ചതോടെ യമന് നേരെയുള്ള ആക്രമണം തടയാൻ കഴിഞ്ഞെന്നാണ് യഹ്യ സാരി വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇസ്രായേലിലെ ടെൽ അവീവിനെ 2 ഡ്രോണുകൾ ഉപയോഗിച്ചും ഹൂത്തികൾ ആക്രമിക്കുകയും ചെയ്തു. അസ്കലാൻ പ്രദേശത്തേക്ക് ഒരു ഡ്രോണും അയച്ചു എന്നാണ് വിവരം. ടെൽ അവീവിനെ മാത്രം ഇന്നലെ 2 തവണ ഹൂത്തികൾ ആക്രമിച്ചു. ഇസ്രായേൽ ഗസ അധിനിവേശം അവസാനിപ്പിക്കാതെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഹൂത്തികളുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിലെ ഓരേത്ത് റാബിൻ വൈദ്യുത നിലയവും ആക്രമിച്ചെത്തിയിരിക്കുകയാണ് ഹൂത്തികൾ. ഹൈഫ പ്രദേശത്തെ വൈദ്യുത നിലയമാണ് ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തതെന്ന് ഹൂത്തികളുടെ സൈനിക വക്താവ് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിക്കുകയായിരുന്നു. ഫലസ്തീൻ 2 എന്ന പേരുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഇവിടെയും ആക്രമണം തുടർന്നത്. അതേസമയം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടന്ന് മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കൈവരിച്ചെന്ന് ഹൂത്തി മാധ്യമ വിഭാഗം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ടെൽ അവീവിനടുത്ത് യാഫയിലും ഹൂത്തികൾ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു. ഫലസ്തീന് പിന്തുണ നൽകാൻ 7000 പേർക്ക് സൈനിക പരിശീലനം നൽകിയിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾ. അൽ-അക്സ സ്റ്റോം എന്ന പേരിലാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. അതേസമയം US-ഉം ബ്രിട്ടനും അടക്കമുള്ള വൈദേശിക ശക്തികളുടെ ആക്രമണങ്ങൾ നേരിടാനും ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകാനുമാണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ്. എന്നാൽ പല ആയുധപ്പുരങ്ങളും ഇതിനോടകം തന്നെ US-ഉം ഇസ്രായേലും ചേർന്ന് നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലിന് നേർക്ക് ആക്രമണം പുനരാരംഭിച്ച ഹൂത്തി വിമതർക്ക് നേരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിന്റെ തലവനും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണെന്ന് മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഹൂത്തികൾക്ക് ആയുധവും പണവും പരിശീലനവും എല്ലാം തന്നെ നൽകുന്നത് ഇറാനാണെന്ന് ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം. ഹൂത്തികൾക്കെതിരെ ശക്തമായ സൈനിക നീക്കം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇറാനെ തൽക്കാലം ആക്രമിക്കേണ്ടതില്ല, ഹൂത്തികളെ മാത്രം നേരിട്ടാൽ മതിയെന്ന നിലപാടിലാണ് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. ഈയിടെ ഇസ്രായേലിൽ 3 തവണ യമനിലെ ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾ അത്ര ഫലപ്രദമായ രീതിയിലല്ല നടന്നിരുന്നത് എന്നാണ് മൊസാദിന്റെ നിലപാട്. ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമായ ഹാരേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ തകർത്താൽ മാത്രമേ അവർ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകളെ പൊളിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ്. അതേസമയം ഇതിനോടകം തന്നെ ഹൂത്തികളുടെ പല കേന്ദ്രങ്ങളും ഇസ്രായേൽ നശിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീകര സംഘടനയ്ക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പുകൾ അടക്കം തകർത്തെറിഞ്ഞ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുകയാണ്.